ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എയർ ഫ്രയർ ഓംലെറ്റാണ്. വളരെ സ്വാദിഷ്ടം, അതോടൊപ്പം തന്നെ അതിൻ്റെ പോഷകഗുണങ്ങൾ നഷ്ടപ്പെടാതെ ഉണ്ടാക്കാൻ നമുക്ക് എയർ ഫ്രയറിൽ ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, ഉപ്പുണ്ട്, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, തക്കാളി ഓരോന്ന് വീതം, പച്ചമുളക്, പിന്നെ കറിവേപ്പില. നമ്മൾ ആദ്യമേ തന്നെ ഈ ചോപ്പ് ചെയ്തിരിക്കുന്ന സവോള, അതുപോലെ തക്കാളി, പച്ചമുളക്, ഇവ 3 ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ ഇടുകയാണ്. നമ്മൾ മല്ലിയില അവസാനം ഈ മുട്ടയെല്ലാം അടിച്ച് ചേർത്തതിന് ശേഷമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമുക്ക് ഇതിലേക്കായിട്ട് ഒരല്പം ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. ഉപ്പ് ഓരോരുത്തരുടെ രുചിക്ക് അനുസൃതമായിട്ട് ചേർക്കാം. കുരുമുളക് പൊടി ഇച്ചിരി കൂടുതലിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അതിലേക്ക് പൊട്ടിച്ചു വച്ചിരിക്കുന്ന 3 കോഴിമുട്ട ചേർക്കുകയാണ്. കോഴിമുട്ട ചേർത്തതിന് ശേഷം നല്ലവണ്ണം അത് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ഇത് പരമാവധി മിക്സ് ആവുന്ന രീതിയിൽ അത് ഉടച്ച് ചേർക്കുക വേണം. നമ്മളിപ്പോൾ മുട്ട എല്ലാം നന്നായിട്ട് അതിനകത്ത് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ എയർ ഫ്രയറിലേക്ക് നമുക്ക് എയർ ഫ്രയറിൽ ഉള്ള ഒരു കണ്ടെയ്നർ ഉണ്ട്. അത് കൂടാതെ ചില എയർ ഫ്രയറിൽ നമുക്ക് ഒരു അഡീഷണൽ ആക്സസറി എന്ന നിലയ്ക്ക് സിലിക്കോണിൻ്റെ ഒരു ബൗള് കിട്ടും. അത് വളരെ നമുക്ക് എയർ ഫ്രയറിലൊക്കെ ഇത്തരം വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ എളുപ്പത്തിൽ വയ്ക്കാവുന്ന ഒരു സംവിധാനമാണ്. അത് നമുക്ക് പുറമേ നിന്ന് വാങ്ങിക്കാനും കിട്ടുന്നതാണ്. അതിലേക്ക് നമ്മളിപ്പോൾ ഈ നേരത്തെ അടിച്ചു വച്ചിരിക്കുന്ന ഈ ഓംലെറ്റിൻ്റെ ആ മിക്സ്ചർ അതിനകത്തേക്ക് മാറ്റേണ്ടതാണ്. എന്നിട്ട് നമുക്കതിൻ്റെ മുകളിൽ പൊടിയായി അരിഞ്ഞു വച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയില വേണ്ടതാണ്. അതിക്ക് മുമ്പ് നമ്മുടെ എയർ ഫ്രയർ 180 ഡിഗ്രിയിൽ 12 മിനിറ്റ് നേരത്തേക്ക് സെറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ ഈ നേരത്തെ പൊടിയായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയില തൂവുകയാണ്. ഇത് കഴിയുമ്പോൾ നമുക്ക് ആ എയർ ഫ്രയറിലേക്ക് നമുക്കിത് ഇറക്കി വയ്ക്കാവുന്നതാണ്. ഇനി 12 മിനിറ്റ് നേരം നേരത്തെ പറഞ്ഞ പോലെ 180 ഡിഗ്രിയിൽ അത് എയർ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ 12 മിനിറ്റ് ഏകദേശം തീരാറായി. 1 മിനിറ്റും കൂടി ശേഷിക്കുന്നുവെന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇതിപ്പോൾ 1 മിനിറ്റ് എല്ലാ 12 മിനിറ്റും കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്ത് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ കാര്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒന്നും ചേർക്കാതെ തന്നെയുള്ള എയർ ഫ്രയർ ഓംലെറ്റ് ലഭിക്കുന്നതാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.